അടുക്കളയിൽ ഇരുന്ന് അങ്ങ് കരിഞ്ഞു പോയി കേട്ടോ. അത് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവാണ്, പഴമുണ്ട്, ഒരു മുട്ടയുണ്ട്. ഓക്കെ. അപ്പോൾ പതുക്കെ പതുക്കെ അതങ്ങ് കഴിച്ചെടുക്കുകയാണ് കേട്ടോ. പൊതുവേ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല, എങ്കിലും അങ്ങ് കഴിക്കണ്ടേ. അപ്പോൾ മത്തി വന്നപ്പോൾ മത്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി മത്തി കറി ഉണ്ടാക്കണം, പൊരിക്കണം, ചോറ് വെക്കണം, അങ്ങനെ ഒത്തിരി 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 ജോലികൾ ബാക്കി കിടപ്പുണ്ട്. മത്തിയൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിറകടുപ്പിൽ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് ഞാൻ എപ്പോഴും വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്നൊരു ഒരു എന്തോ ഒരു തോന്നൽ കേട്ടോ, ഈ കറി കൂടി അങ്ങ് വെക്കാമെന്ന്. അപ്പോൾ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചു. ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ വെന്തയം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഉലുവയിട്ടു. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് നല്ല ജീരകം ഇടുക. എപ്പോഴും ഞാൻ മീൻ കറി വയ്ക്കുമ്പോൾ കുറച്ച് നല്ല ജീരകം ഇടും കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കുക. ഈ ഒരു തവയുണ്ടല്ലോ, അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഉമ്മ നൊസ്റ്റ് അപ്പോൾ ഉമ്മ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനിതങ്ങ് പൊക്കി. ഓക്കെ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് ഇളക്കി തക്കാളിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നന്നായിട്ട് ഇതാ വെന്തൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ആവശ്യത്തിനുള്ളത് ഇട്ടിട്ടുണ്ട്, ഉപ്പ് കൂടി ഇടുക. വേണമെങ്കിൽ മാത്രം മല്ലിപ്പൊടി ഇടുക കേട്ടോ. ഞാൻ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അങ്ങ് ഇളക്കി സെറ്റാക്കി ആവശ്യത്തിനുള്ള വെള്ളം, പുളിവെള്ളവും കൂടി അങ്ങ് പിഴിഞ്ഞ് അങ്ങ് ഒഴിക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിന്ന് തേങ്ങ കൂട്ടാതെയാണ് കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങ് തിളക്കട്ടെ. അപ്പോൾ ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങ് ഉരുകിട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് പോയിരുന്നാണ്, ഉമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ചൊക്കെ ഞാൻ വന്നു. തിരിച്ച് വന്ന് നോക്കുമ്പോഴേക്കും കറി അങ്ങ് സെറ്റായി. ഉരുകാണ് കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം, ബെല്ലോട് കൂടി അങ്ങ് അടിക്കണം കേട്ടോ. അപ്പോൾ ഇതാ മീനൊക്കെ ഇപ്പം അങ്ങ് റെഡിയായി അങ്ങ് വരും. അപ്പോൾ അധികമായിട്ട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മൺചട്ടി ആയതുകൊണ്ട് വേഗം തന്നെ അങ്ങ് സെറ്റായി കിട്ടും. അപ്പോൾ ഞാനതങ്ങ് മാറ്റി അങ്ങ് വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ അടുപ്പിൽ തന്നെ അങ്ങ് ചോറങ്ങ് വെക്കാം, ചോറിനുള്ള വെള്ളം വെക്കാം. അപ്പോൾ ഒരു തട്ടങ്ങ് വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചട്ടി നിൽക്കില്ല. അപ്പോൾ ഞാൻ ആ തട്ടുകൂടി അങ്ങ് വെച്ചിട്ടുണ്ട്, ചോറിനുള്ള വെള്ളം കൊണ്ടൊന്ന് വെച്ചു. ഇനി ഈ വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള കുറച്ച് പണികളൊക്കെ ചെയ്യാം. അരി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് അങ്ങ് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്ക് അരി ഇടാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചു അരിയൊക്കെ ഇടണം. പെട്ടെന്ന് നമുക്ക് വിറകെടുക്കുക ആവുമ്പോൾ പെട്ടെന്ന് അങ്ങ് പണികളങ്ങ് തീരും അല്ലേ. ഗ്യാസും ലാഭമൊക്കെ ആണല്ലോ. അപ്പോൾ കുറച്ച് മീൻ ഞാൻ പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടി, ഉപ്പ് ഇതുകൂടിയിട്ട് അങ്ങ് പെനഞ്ഞങ്ങ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫുഡ് കഴിക്കാൻ നേരത്തെ അങ്ങ് ആക്കിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് വേഗം അങ്ങ് എല്ലാം തിരുമ്മി എടുത്ത് ഞാനൊരു ബോക്സിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലോട്ട് അങ്ങ് നമുക്ക് വെച്ചാൽ മതിയല്ലോ. ആവശ്യമുള്ള സമയത്ത് നമുക്കെടുത്ത് അങ്ങ് പൊരിക്കാം. അപ്പോൾ ഞാനതിനെ ഫ്രിഡ്ജിലോട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കാലത്തുള്ള ഉപ്പുമാവ് ബാക്കിയാണ്. ഇനി ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയാണ്. എത്ര അരി കുറച്ചിട്ടാലും ചോറ് അങ്ങ് ബാക്കി വരും. അപ്പോൾ ഞാനത് ഗ്യാസിലൊന്ന് വേഗം തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഒത്തിരി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അതൊക്കെ ഓരോന്നായിട്ട് അങ്ങ് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി പണി നമുക്ക് അധികം ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വേഗം തന്നെ ഇതൊക്കെ തീർക്കുന്നത്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കണം, ഇനി താഴത്തൊക്കെ അടിച്ച് വാരണം, തുടയ്ക്കണം, മുകളിലൊന്ന് കയറണം, ഇതൊക്കെയാണ് പണി കേട്ടോ. അപ്പോൾ ഞാനിതാ അടുക്കളയൊക്കെ ഒന്ന് നീറ്റാക്കി വൃത്തിയാക്കി അങ്ങ് വെക്കണം. അപ്പോൾ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശമുള്ള കിച്ചൺ ഡ്യൂട്ടി അങ്ങ് കഴിയാറായി കേട്ടോ. ഇനി ബാക്കിയുള്ള ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ എത്ര തന്നെ ചെയ്താലും പണി അങ്ങ് തീരൂല. ഓരോന്നോരോന്ന് അങ്ങ് വരുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ആ ചോറ് അങ്ങ് തിളച്ചോട്ടോ. ഇനിയാണ് നമ്മുടെ ആയുധം അങ്ങ് എടുക്കാൻ പോകുന്നത്. ഇതാ കണ്ടോ അല്ലേ. നമ്മുടെ വീട്ടമ്മമാരുടെ കയ്യിലുണ്ടാകുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഏത്? ചൂലിൻ്റെ ലുക്ക് കണ്ടിട്ട് ഒന്നും തോന്നരുത് കേട്ടോ. അടിച്ചടിച്ച് അതങ്ങ് ഇങ്ങനെയായിപ്പോയി. ഇത് 2 സൈഡ് കൊണ്ട് അടിക്കണം എന്നൊക്കെയാണെന്ന് പറയുക കേട്ടോ. ഒരു സൈഡ് അടിച്ചതിന് ശേഷം പിന്നെ അടുത്ത വട്ടം അടിക്കുമ്പോൾ മറു സൈഡ് അങ്ങനെ നമ്മൾ പതുക്കെ മുകളിലോട്ട് അങ്ങ് കയറിയിട്ടുണ്ട്. ഇന്ന് എന്താണ് ഇങ്ങനെ കയറാനുള്ള കാര്യം എന്ന് വെച്ചാൽ തൊട്ടപ്പുറം വീട്ടിലേ ഈ ബോർവെൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊടി മൊത്തം അങ്ങ് മുകളിലേക്ക് അങ്ങ് ആയിട്ടുണ്ട്. അന്ന് കഷ്ടകാലത്തിന് ജനലുകൂടി അങ്ങ് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വശത്തും പൊടി അങ്ങ് തൂളിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സഹിക്കാം. ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൻ്റെ കോലം ഒന്ന് നോക്കിയേ, കണ്ടോ? ചവിട്ടാൻ പറ്റില്ല കേട്ടോ, അത്രത്തോളം അഴുക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് നേരത്തെ തന്നെ കിച്ചൺ വർക്കുകളൊക്കെ അങ്ങ് ചെയ്തത്. പക്ഷെ എന്താണ്, മുകളിലായത് കാരണം ഭയങ്കര ചൂടാണ്, നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ഞാനങ്ങ് ക്ലീനിങ് അങ്ങ് ഏറ്റെടുക്കാൻ വിചാരിച്ചു കേട്ടോ.
അപ്പം നമ്മൾ തുടങ്ങാൻ പോവുകയാണേ. അപ്പോൾ അതാ കയറി മാറാലയൊക്കെ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് തട്ടിയിട്ട് ഓരോന്നായിട്ട് അങ്ങ് ക്ലീനാക്കി എടുക്കണം. പക്ഷെ എത്ര അടിച്ചിട്ടും അങ്ങ് പോകുന്നില്ല കേട്ടോ. കാരണം ചെറുതായിട്ടുള്ളൊരു കാറ്റിൽ ഇതങ്ങ് വീണ്ടും വീണ്ടും അങ്ങ് തൂളുകയാണ്. അപ്പോൾ ഇതാ കമ്പിയിലൊക്കെ നന്നായിട്ട് പൊടിയുണ്ട്, എത്ര തന്നെ തുടച്ചാലും അത് വൃത്തിയാവുന്നുമില്ല. അപ്പം ഞാനെല്ലാം കണ്ടില്ലേ നിങ്ങൾ താഴെ, അത്രയും പൊടി ഇവിടെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അടിച്ചൊക്കെ എടുത്തു. ഇനി നമുക്കതൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ, അകവും കൂടി നമുക്ക് ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ആദ്യം ഞാൻ സാധാ ഒരു തുണിയിലങ്ങ് തുടച്ചെടുക്കുകയാണ്. കാരണം ഒത്തിരി പൊടി ഉണ്ടല്ലോ. അപ്പോൾ സാധാ തുണിയിലങ്ങ് തുടച്ചെടുക്കുകയാണ്. പക്ഷേ ഒറ്റത്തവണയൊന്നും തുടച്ചിട്ടൊന്നും ഇതൊന്നും ആവില്ല കേട്ടോ. കമ്പിയിലാണ് ഒരുപാടുള്ളത്. കമ്പി ഒന്ന് ക്ലീനാക്കാൻ ഒരുപാട് അങ്ങ് ബുദ്ധിമുട്ടിട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങ് ക്ലീനാക്കി. പക്ഷേ മോപ്പ് കൊണ്ട് തുടച്ചിട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു, നമ്മുടെ പഴയ രൂപത്തിലുള്ള അങ്ങ് നിലത്തിരുന്ന് അങ്ങ് ആ സംഭവങ്ങളൊക്കെ അങ്ങ് തുടച്ചെടുത്തു കേട്ടോ. ഇപ്പോൾ ക്ലീനായി കേട്ടോ. ഇനി മോപ്പ് കൊണ്ട് ഒരിക്കൽ കൂടി അങ്ങ് വൃത്തിയായി അങ്ങ് തുടച്ചു. അപ്പോൾ സെറ്റായി കേട്ടോ. അപ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര തന്നെ അഴുക്കായാലും ഇപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി എങ്ങനെ കിടന്ന ഏരിയയാണ്. പക്ഷേ ഇങ്ങനെയായി അല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ അപ്പോൾ വീട്ടിനൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടാൻ വീടൊക്കെ നമ്മൾ എന്നും വൃത്തിയാക്കി ക്ലീനാക്കി അങ്ങ് ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ തുടച്ചുകൂടി അങ്ങ് എടുക്കുന്നുണ്ട്. അപ്പോൾ അകം മൊത്തത്തിലായിട്ട് ഒന്ന് തുടച്ചു കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ഫൈനലായിട്ടുള്ള ലുക്ക് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങ് കഴിയുമ്പോഴേക്കും ഒരു വഴിയായി കേട്ടോ. കാരണം ചൂട് കാരണം മേലെ ഒന്നും നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ എന്താണ് റൂമും ഹോളും സിറ്റൗട്ടും സ്റ്റെപ്പും എല്ലാം തുടച്ച് സുന്ദരിയാക്കി. ഇതൊക്കെയാണ് ആയുധങ്ങൾ കേട്ടോ. ഇനി നമുക്ക് അടുത്തുള്ള പണി അത് ഇന്ന് എന്തായാലും ചെയ്യുന്നില്ല, വെയിലൊക്കെ ആയി. ചോറ് അവിടെ ഉണ്ട് കേട്ടോ, താഴെ പോയി നോക്കിയിട്ടൊന്നുമില്ല. ഇതിനിടയിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കി ഇങ്ങ് വന്നു. അപ്പോൾ മിച്ചറ് കൊണ്ടുവന്നാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പുറത്ത് ആ ഏരിയ കൂടി ഒന്ന് മഴ പെയ്യുമ്പോഴേക്കൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ താഴത്തോട്ട് വന്നു. പിന്നെന്താണ്, മീനൊക്കെ പൊരിച്ചു. ഇനി ചോറുണ്ണ. എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ ചട്ടി ഇങ്ങ് എടുത്തുകൊണ്ട് വരുമ്പോൾ കയ്യിലങ്ങ് കരിയായി കേട്ടോ. അപ്പോൾ ഞാനിതാ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ മീൻ കഷ്ണമൊക്കെ എടുത്തിട്ട് അങ്ങനെ മീൻ പൊരിച്ചതും കൂടിയിട്ട് ഒരു പറ ചോറുണ്ണാൻ പോകണം കേട്ടോ. കാരണം അത്രയ്ക്ക് വിശപ്പുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ചോറൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പുറത്ത് പോയിരുന്നിട്ട് ചോറ് തിന്നാനൊരു മോഹം കേട്ടോ. അപ്പോൾ വെളിയിൽ നിങ്ങൾക്ക് ഈ ഒരു ശീലമുണ്ടോ, ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുന്ന ശീലം? അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എല്ലാവരോടും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടു കൂടി നിങ്ങളിലൊരാൾ